ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3 kg പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ 1 kg ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതിൽ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് പൈനാപ്പിൾ ക്രഷ് ഉണ്ടാക്കുന്നത് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 3 പ്രാവശ്യം നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. അപ്പൊ ഞാനിവിടെ നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒരു 10 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും 2 ടീസ്പൂണ് പൈനാപ്പിളിന്റെ എസൻസുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഗ്ഗിലേക്ക് ഇങ്ങനെ എസൻസ് ഒഴിക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കഴിയുന്നത് വരെ നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ പഞ്ചസാരയൊക്കെ മുഴുവനായിട്ട് അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് മൈദയും സൺഫ്ലവർ ഓയിലും ഇടവിട്ട് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതിവിടെ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗർ അഥവാ സുർക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ സുർക്ക എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ പതഞ്ഞ് വരും. ഇതിലേക്ക് നമ്മളെ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിങ്ങനെ ചേർത്തതിന് ശേഷം പിന്നെ അധിക സമയം നമ്മൾ ബാറ്റർ വെക്കരുത്. നമ്മൾ ആദ്യം തന്നെ ഓവണൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അത് നേരത്തെ തന്നെ ചൂടാക്കി റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 12 ഇഞ്ചിന്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 2.5 മുതൽ 3 kg വരെ നമ്മൾക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് 3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം 80 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പൈനാപ്പിൾ ക്രഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പ് പൈനാപ്പിൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മൾ പഞ്ചസാര കലിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ജ്യൂസൊക്കെ കിട്ടും. അപ്പം നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഈ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് കേക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ കേക്ക് തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടല്ലോ, ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ പൈനാപ്പിളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് പൈനാപ്പിളിന്റെ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ക്രഷും ജ്യൂസും വേറെ ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കേക്ക് ഒരു ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ക്രീം ചെയ്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ക്രഷ് നമുക്ക് കേക്കിൽ ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ കേക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഞാൻ ഇതുപോലെ തന്നെ പൈനാപ്പിളിന്റെ സിറപ്പ് ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലും പൈനാപ്പിൾ ക്രഷ് എല്ലാം വെച്ച് കൊടുക്കുക. ഇപ്പൊ ഞാൻ 3 ലെയറും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്രീം ഫസ്റ്റ് ലെയർ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും സെക്കൻഡ് ലെയർ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ സെക്കൻഡ് ലെയർ നല്ല കട്ടിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സൈഡിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു ലൈന് കിട്ടും. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പൈനാപ്പിളിന്റെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് പൈനാപ്പിൾ കുറച്ച് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഒക്കെ വെച്ച് ചെയ്തല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലോ അത് അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു ഡ്രിപ്പ് ചെയ്ത രീതിയിൽ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു പൈനാപ്പിളിന്റെ സിറപ്പ്, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് കേക്കിലേക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലെ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങാം. അപ്പം ഞാൻ ഇതിലേക്ക് വൈറ്റ് റോസറ്റയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് റൗണ്ട് ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ ഈ നോസിൽ എന്ന് പറയുന്നത് നൂറിൻ്റെ N1 നോസിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് വിൽട്ടണിൽ വേറെ നമ്പറിലും കിട്ടും. സെയിം നോസിലിൽ തന്നെ ഞാൻ യെല്ലോ കളറും വെച്ചിട്ട് റോസറ്റ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി താഴെ ഞാനൊരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് ഞാൻ ഗോൾഡൻ കളറുള്ള ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചുറ്റിലും വെച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കേക്കിന്റെ ഡെക്കറേഷൻ ഒക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വലതുഭാഗത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.